നിന്നെ ഞാൻ കൊന്ന പിന്നെ ആ കൊച്ചിനെ കൊല്ലാൻ നീ പിന്നെ എങ്ങനെ എൻ്റെ കൂടെ നിൽക്കുന്നേ? നമ്മൾ തമ്മിലുള്ള അലിഖിത എഗ്രിമെന്റ് അങ്ങനെയല്ലേ? അതല്ലേ അതിൻ്റെ ഒരു സുഖം. ഇല്ല, എനിക്കറിയാം. ഇനി നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട. എന്തിനും ഏതിനും നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. നിങ്ങളെ ആരും എനിക്ക് വിശ്വാസമില്ല. ഇതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പലരും വന്ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് പോകാറുണ്ട്. പക്ഷേ ഇന്ന് വരെ അവരെ ആരെയും കൊണ്ട് ഒരു പ്രയോജനവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അവരെ പോലെ ഒന്നും അല്ല ഞാൻ. വാക്ക് പറഞ്ഞ വാക്ക്. ശരി, ഞാൻ സമ്മതിച്ചു. കൊച്ചിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ കൊച്ചിനെന്താ ചെയ്യാൻ പറ്റുന്നത്? ചെയ്യാവുന്നത് എന്തും ഞാൻ ചെയ്തുതരാം. പക്ഷേ എത്രയും പെട്ടെന്ന് അവൾ എന്റെ അനുജന്റെ തലേന്ന് ഒഴിവാക്കി തരണം. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിങ്ങളുടെ മോന്റെ കുഞ്ഞാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ കുഞ്ഞ് വളരേണ്ടത് ചെമ്പകശ്ശേരി തറവാട്ടിലല്ല, ദേ ഈ കടപ്പുറത്ത്. പേടിക്കണ്ട, ഒഴിവാക്കി വിടുന്നൊന്നുമല്ല. എത്രയും പെട്ടെന്ന് അവളെ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന ആ കൊച്ചിന് ന്യായമായിട്ട് ജീവിക്കാനുള്ളത് ഞാൻ തരാം. അങ്ങനെ നിങ്ങളുടെ ഔദാര്യമൊന്നും ഞങ്ങളുടെ കൊച്ചിന് വേണ്ട. അങ്ങനെ പിച്ചയെടുത്ത് ജീവിക്കേണ്ട ഗതികളൊന്നും അതിനില്ല. അതിന് സ്വന്തമായി കോടികളുടെ ആസ്തിയുണ്ട്. ശ്രീനിവാസൻ IAS-ന്റെയും മായാലക്ഷ്മി IAS-ന്റെയും കൊച്ചുമകന് ചെമ്പകശ്ശേരിക്കാരുടെ നക്കാപ്പിച്ച ആവശ്യമില്ല. നിങ്ങളെയിട്ട് മൂടാനുള്ള കാശുണ്ടാ കൊച്ചിന്. പൂജയെ ഞങ്ങൾക്ക് മടക്കി തന്ന വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കമ്മീഷൻ തരാം. കമ്മീഷനൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് അവളെ അവിടുന്ന് വിളിച്ചോണ്ട് പോയാൽ മാത്രം മതി. അങ്ങനെ വിളിച്ച് അവള് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അനുജൻ ആദിത്യൻ അങ്ങനെയല്ലേ അവളെ കറക്കി അടിച്ച് കൈവച്ചേക്കുന്നത്? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നാണമെന്ന് പറയുന്ന സാധനം അവനുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ വെല്ലോന്റെ ഗർഭം അവനെ ഏറ്റെടുക്കൂ. അവന്റെ കാര്യം നിങ്ങൾ എനിക്ക് വിട്ടേക്ക്. അവന്റെ മനസ്സ് ഞാൻ മാറ്റിയെടുത്തോളാം.